വെൽക്കം ടു കുഞ്ഞെടുക്കള. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യലില് ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഈ പച്ചടി ഞാൻ ക്യാരറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ ക്യാരറ്റ് ഞാനൊരു 3 ചെറിയ ക്യാരറ്റ് ഉണ്ട്. ഇത് ചെറുതായിട്ട് ഈ ഒരു സൈസിൽ അരിഞ്ഞതാണിത്. അപ്പൊ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ്. കട്ട തൈര് വേണം. ഇതേപോലെ വെള്ളമില്ലാതെ നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈരും വേണം. പിന്നെ തേങ്ങ, പച്ചമുളക്, കടുക്, ജീരകം, ചുമന്നുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ പാത്രത്തിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട. അതേപോലെ ക്യാരറ്റ് ഓവർ കുക്ക് ആവരുത്. നമ്മൾ പച്ചടി കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന മാതിരി, അതേമാതിരി വേകാൻ പാടുള്ളൂ. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിനനുസരിച്ച് തേങ്ങ എടുക്കണം. എന്നാലും ഒരുപാട് ഓവറായിട്ട് തേങ്ങ ഇടുന്ന ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് 2-3 പീസ് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ജീരകമാണ് വേണ്ടുന്നത്. ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രമേ കടുക് ഇട്ട് കൊടുക്കാവൂ. കടുക് ഇട്ടിട്ട് അരയ്ക്കരുത്. ഈ കടുക് ഒന്ന് സ്പ്ലിറ്റ് ആവുന്നതാണ് ഇതിന്റെ പരുവം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ കടുകാണ് ഈ പച്ചടിയുടെ ടേസ്റ്റ്. അപ്പൊ കടുക് ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കടുക് അരയാൻ പാടില്ല. അരഞ്ഞാൽ നമുക്ക് ഒരു കയ്പ്പ് രസം വരും പച്ചടിക്ക്. അപ്പൊ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കത് വെന്ത ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ക്യാരറ്റിലെ വെള്ളം തന്നെ ഉണ്ടാവും. ഇത് നന്നായിട്ട് ഒന്നൊന്ന് തിളച്ച് വരട്ടെ. ഈ തേങ്ങയുടെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടണം കേട്ടോ. ഇതൊന്ന് ആറിയതിനു ശേഷം നമുക്കിതിലേക്ക് തൈര്, കട്ട തൈര് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ആറട്ടെ. ഇതൊന്ന് ആറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള കട്ട തൈര് തന്നെ ഒഴിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടും തൈര് ഒഴിക്കരുത്, അത് പിരിഞ്ഞു പോകും. പുളിയുടെ അനുസരിച്ച് തൈര് ഒഴിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി താളിച്ചൊഴിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കടുകും കറിവേപ്പിലയും താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഇതിന് യൂസ് ചെയ്യണം, എണ്ണ യൂസ് ചെയ്യരുത്. എന്നാലേ നമുക്ക് അതിന്റെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്നും ഇട്ട് കടുക് വറുക്കരുത്. ഇപ്പൊ നമ്മളുടെ ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ടേസ്റ്റുമാണ്. ക്യാരറ്റിന്റെ ആ ചെറിയൊരു മധുരവും തൈരിന്റെ പുളിപ്പും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പച്ചടിയാണ്. ഈ ഓണത്തിന് എല്ലാവരും അത് ട്രൈ ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്